ഹലോ, എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ ശ്രീ GS വിജയേട്ടൻ, അദ്ദേഹത്തെ എനിക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ചെന്നൈയിൽ സിനിമ പഠിക്കാൻ പോയ കാലം മുതൽ അദ്ദേഹത്തിന് നല്ല പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ കൃഷ്ണകൃപാസാഗരം എന്നൊരു സീരിയൽ ഞാൻ അസോസിയേറ്റ് വർക്ക് ചെയ്തിരുന്നു. ആ കാലത്ത് കർക്കശക്കാരനായ മുഖം നോക്കാതെ ആർട്ടിസ്റ്റുകളോടും അതുപോലെ ടെക്നീഷ്യൻസോടൊക്കെ പുള്ളി വളരെ വളരെ കർക്കശമായിട്ടാണ് സംസാരിക്കാറ്. എനിക്ക് ഒരു ചെറിയ തെറ്റ് പറ്റി. ആർട്ടിസ്റ്റിൻ്റെ എന്തോ ഒരു കുഴപ്പത്തിൽ എന്തോ ഡയലോഗ് പറഞ്ഞാൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നപ്പോൾ അദ്ദേഹം ചീത്ത വിളിച്ചു. ചീത്തവിളി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ചീത്തവിളിയാണ് കോദണ്ഡറാമ എന്നാ വിളിക്കുക. ആ കോദണ്ഡറാമ വിളി എപ്പോഴും ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ എൻ്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങാറുണ്ട്. അതേപോലെ പത്മകുമാർ, അദ്ദേഹവുമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. ഒരുപാട് വർഷത്തെ കോഴിക്കോടൊക്കെ വെച്ച് ഞാൻ TRS അക്കമായിട്ടൊരു കഥാചർച്ചയിൽ പങ്കെടുത്ത സമയത്ത് പത്മകുമാറിനെ കാണാറുണ്ട്. അദ്ദേഹവുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഇപ്പോൾ സോഹൻലാൽ എത്തിയിട്ടുണ്ട്, അദ്ദേഹവുമായിട്ട് നല്ല പരിചയമുണ്ട്. അതേപോലെ അടുത്ത് നമ്മുടെ ഫംഗ്ഷനിൽ പറയേണ്ട ഒരു സെഗ്മെൻറ്റ് ചെയ്യുന്ന പുള്ളിയാണ് ബാബു ജനാർദ്ദനൻ, അദ്ദേഹവുമായിട്ട് എനിക്ക് നല്ല അടുപ്പമുണ്ട്. അപ്പം ഞാൻ പറയാൻ പോകുന്നത് ഈ സിനിമ വയസ്സത്രയിൽ നോ ലിമിറ്റ് ഫിലിംസ്, വളരെ അക്ഷരാർത്ഥത്തിൽ നോ ലിമിറ്റ്. പൈസക്ക് ഉണ്ടായിട്ടില്ല, ഭക്ഷണത്തിൽ ഉണ്ടായിട്ടില്ല, മറ്റൊരു കാര്യത്തിലും ഒരു ലിമിറ്റുമില്ല. അത് ഷിജു എന്ന് പറയുന്ന നിർമ്മാതാവ് എന്ന് ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല. അദ്ദേഹം എൻ്റെ വളരെ വേണ്ടപ്പെട്ട എൻ്റെ അനിയനെ പോലത്തെ വ്യക്തിയാണ്. അത് എല്ലാ സഹായങ്ങളും എന്നെ ഒറ്റ വാക്കേ പുള്ളി പറഞ്ഞുള്ളൂ, പടം നന്നാവണം. പടം നന്നായില്ലെങ്കിൽ നമുക്ക് അപ്പം കാണാം എന്നൊരു തമാശയാണെങ്കിൽ പുള്ളി അങ്ങനെ വാക്കും പറഞ്ഞിട്ടുണ്ട്. അതെന്താണാവോ എനിക്കറിയില്ല. അപ്പം അദ്ദേഹം വളരെ എല്ലാ കാര്യങ്ങളും A to Z എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി അപഗ്രഥിച്ച് പഠിച്ചിട്ടാണ് സിനിമയിൽ വന്നിട്ടുള്ളത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒറ്റ സിനിമ കൊണ്ട് ഒരു 25 സിനിമയുടെ അനുഭവം, അങ്ങനെ തന്നെ പറയണം. ഒറ്റ സിനിമയിൽ കൂടി അദ്ദേഹത്തിന് 25 സിനിമ ചെയ്തതിൻ്റെ അനുഭവം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സാധാരണ ഒരു പ്രൊഡ്യൂസർ വന്നാൽ കുറെ പൈസ തരാം, സിനിമ എടുത്തോ, ലാഭം കിട്ടിയില്ല ഇത്ര എന്നൊക്കെ പറയുന്ന കണക്കാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം അതല്ല. എല്ലാ പോയിന്റുകളിലും റിയൽക്കാണെങ്കിലും അതിലും ഇതിലും എല്ലാത്തിലും പുള്ളി വളരെ ഇൻവോൾവ് ആയിരുന്നു. അത് പലപ്പോഴും എൻ്റെ അറിവിൽ പടം ഞാൻ ചെയ്തിട്ടും എനിക്ക് അന്ന് കിട്ടാത്തൊരു ഒരു വല്ലാത്തൊരു സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കഥ വയസ്സെത്രയായി എന്ന് പറയാൻ സ്ത്രീകളല്ല പുരുഷന്മാർക്ക് പഠിക്കാറുണ്ട്. 30 കഴിയാറേ ഇല്ല, 40 കഴിയാറില്ല, 50 കഴിയാറില്ല, 30, 40, 50 ഇങ്ങനെ പറയുന്നല്ലാണ്ട് ആ ഒരു പരിധി വിട്ട് നമ്മൾ പറയാൻ ആർക്കും പറ്റാറുമില്ല, പറയാറുമില്ല. ഈ സിനിമ സാമൂഹ്യ പ്രസക്തിയുള്ളൊരു സിനിമയാണ്. ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിലൊക്കെ പുരുഷന്മാർക്ക് പെണ്ണ് കിട്ടാത്തൊരവസ്ഥയുണ്ട്. അത് കൂടുതൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് മലബാർ ഭാഗത്താണെന്ന് തോന്നുന്നുണ്ട്. 30, 35, 40 വയസ്സായ ഒരുപാട് ചെറുപ്പക്കാർ എനിക്കറിയാവുന്നതിന് ഒത്തിരി പേരുണ്ട്. അവർക്കൊന്നും പെണ്ണ് കിട്ടാനില്ല. അഥവാ കിട്ടുകയാണെങ്കിൽ തന്നെ കൊടകിൽ അല്ലെങ്കിൽ കർണാടകയിലേക്ക് പോയിട്ട് പെണ്ണ് കിട്ടേണ്ട അവസ്ഥയുണ്ട് അവർക്ക്. അപ്പോൾ ഈ സാമൂഹ്യ പ്രസക്തിയിൽ ഇത്തരം കഥ സിനിമയാക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ അതൊരു സാമൂഹ്യ വ്യവസ്ഥിതിയോടുള്ളൊരു ചൂണ്ടിക്കാട്ടലുകൂടിയാണ് ഈ സിനിമ. സിനിമ നന്നായി ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാ സിനിമയും എടുക്കുമ്പോൾ നല്ല സിനിമ എന്ന രീതിയിൽ നമ്മൾ എടുക്കാറുള്ളൂ. അത് പരാജയപ്പെടുന്ന വിജയിക്കുന്നതൊക്കെ അതിൻ്റെ വിധി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ മീഡിയ സപ്പോർട്ട് വേണം, തിയേറ്റേഴ്സ് ഓണേഴ്സിൻ്റെ സപ്പോർട്ട് വേണം. ഒരു സിനിമ വിജയിക്കണമെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ ഒത്തുചേരേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നല്ല പബ്ലിസിറ്റി കിട്ടാറില്ല, അല്ലെങ്കിൽ തിയേറ്റർ ഓണേഴ്സിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ വരിക, ഇതൊക്കെ സിനിമയെ പലപ്പോഴും ബാധിക്കാറുണ്ട്. നല്ല സിനിമ വേണോ, ഓടുന്ന സിനിമ വേണോ? അതാണ് ചോദ്യം. നല്ല സിനിമയാണ്, ആളില്ല. ഓടുന്ന സിനിമയല്ലേ വേണ്ടത്. ഒരു 5-10 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ
അല്ലെങ്കിൽ ഒരുപാട് ഇപ്പോൾ 50-ഉം 60-ഉം ഒക്കെ കോടികൾ ചെലവഴിച്ച ആ മലയാള സിനിമ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ പൈസ എങ്ങനെ തിരിച്ചു പിടിക്കും? ഒരു ബിസിനസ് കൂടിയാണ്. നാട് നന്നാക്കുക എന്നുള്ള മാത്രമല്ലല്ലോ, ആ ഇറക്കിയ പൈസയെങ്കിലും തിരിച്ചു പിടിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം സിനിമ എടുക്കേണ്ടതെന്നും അങ്ങനെ കഴിയട്ടെ എന്നുമാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. പലപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഇറങ്ങിയ പടങ്ങളിൽ എന്താ പറയുക, ഒരു 90% പരാജയം എന്ന് പറയപ്പെടുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നല്ല പടം ആളില്ല. എന്തുകൊണ്ട്? നല്ല പടമാണെങ്കിൽ ആൾക്കാർ വേണ്ടേ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഒരുപാട് പറയുന്നില്ല, സമയം അതിക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പങ്കെടുത്ത, ഇതിൽ അഭിനയിച്ച അഭിനേതാക്കൾ പ്രശാന്ത് മുരളി ഈ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് പുള്ളി ആവേശം ചെയ്തിട്ടുള്ളത്. എല്ലാവരും, ഓരോരുത്തരെയും എടുത്തു പറയുന്നില്ല, എല്ലാവരും മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടെക്നീഷ്യൻ, ക്യാമറാമാൻ, എല്ലാവരും, ഈ റിയൽ കോർഡിനേറ്റർ, സൺഫീൽഡ് ഉൾപ്പെടെ എല്ലാവരും ഈ പടത്തിന് വേണ്ടി എല്ലാവരും ആഹോരാത്രം, അങ്ങനെ വേണം പറയാം. ഇപ്പോൾ പ്രൊമോഷനും കാര്യത്തിനൊക്കെ വേണ്ടിയൊക്കെ ആൾക്കാർ ഇരുന്നുകൊണ്ട് വളരെ സപ്പോർട്ടീവായിട്ടാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത മാസം ഫെബ്രുവരി ലാസ്റ്റ് ഈ പടം റിലീസ് ചെയ്യും എന്നാണ് ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് പറയാൻ കഴിയുക. കാര്യങ്ങളൊക്കെ നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും, ഞാൻ നേരത്തെ പറയട്ടെ, മീഡിയ സപ്പോർട്ട് മാക്സിമം വേണം. അതോടൊപ്പം തന്നെ തിയേറ്റേഴ്സ് ഓണേഴ്സും സഹകരിക്കണം. എല്ലാവരെയും ഹെൽപ്പ് കിട്ടുകയാണെങ്കിൽ ഈ സിനിമ ഓടും എന്നാണ് വിശ്വാസം. നന്നായി വരും. നിങ്ങൾക്ക് പ്രാർത്ഥന ഉണ്ടാവണം, അനുഗ്രഹവും. താങ്ക് യു.